എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് ടെസ്റ്റുകൾക്ക് 150 രൂപ മാത്രം. ലാബ്സ് MHL. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡിൽ കുഴിയെടുത്തതിനെ തുടർന്ന് യാത്രാ ദുരിതത്തിലായി നാട്ടുകാർ. അമൃത കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പ്രധാന പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് തച്ചപ്പള്ളി റോഡിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് കുഴിച്ചത്. മഴ പെയ്തതോടെ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണിപ്പോൾ. ഇവിടെ പുതിയ പോസ്റ്റോട്ട് നായിക്കുളം വരെ റോഡ് പൊളി തുടങ്ങിയിട്ട് 15 ദിവസമായി. ഞങ്ങൾ അവരോട് റോഡ് പൊളി തുടങ്ങിയപ്പോൾ പറഞ്ഞ് മഴ കാരണം ഇവിടെ പൊളിക്കണ്ട, ഇപ്പോൾ ഉഗ്രം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും പറ്റൂല, ഞങ്ങൾക്കിപ്പോൾ ഈ മാസം തന്നെ പൊളിച്ച് പണിയണം. ഞങ്ങൾക്ക് തന്നേക്കണ കരാറ് തീരാറായി. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിൽ, വാട്ടർ അതോറിറ്റിയിൽ പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് ഇത്രയും നാൾ 28 ലക്ഷം രൂപയാണ് റോഡ് പൊളിക്കുന്നതിന് മുനിസിപ്പാലിറ്റി അടയ്ക്കേണ്ടത്. അത് അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് ഇത്രയും നാൾ നീണ്ടുപോയത്. ഇപ്പോഴാണ് മുനിസിപ്പാലിറ്റിയിൽ അടച്ചേക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ പൈസ അടച്ചതിൻ്റെ ശേഷം റോഡ് പൊളിക്കാനുള്ള ഓർഡർ അവർക്ക് വന്നത്. അത് ഈ 1 മാസം കൊണ്ട് പൊളിച്ച് കൊടുത്തില്ലെങ്കിൽ കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടൂല എന്നാണ് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വണ്ടി ഓട്ടോറിക്ഷ കുഴിയിലും ചെളിയിലും ഇട്ട് ഓടിച്ച് വളരെ ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 വീലറിന് വരുന്ന പെൺകുട്ടികൾ വീഴുകയും ഇവരോട് ഞങ്ങൾ പറയുക ചെയ്ത്, ഒന്നില്ലേ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ പണി. ഇതൊരു വശത്ത് പണിയും, ഒരു വശത്ത് കൂടി വലിയ വണ്ടികൾ വിടും, ഒരു ദിവസം വണ്ടികൾ താഴും. 15 ദിവസം ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും കഷ്ടപ്പെടുന്നു. ഈ റൂട്ടിലാണെങ്കിൽ വെള്ളം പൊട്ടിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ മുൻ ചെയർമാനോട് പറഞ്ഞു, ഇവിടെ റോട്ടിൽ ഈ പണി അവർ പറഞ്ഞ് വെള്ളം കുടിക്കാൻ കിട്ടണ്ടേ എന്ന് പറഞ്ഞു. ഇപ്പം ചെയർമാൻ്റെ വീടിന് മുമ്പിൽ വെള്ളം പൊട്ടിപ്പോൾ ഈ റോട്ടിൽ എല്ലാ സ്ഥലത്തും വെള്ളം പൊട്ടി റോട്ടിലേക്ക് ഒഴിയാണ്. 3-5 ദിവസം ഒരു വാട്ടർ അതോറിറ്റി ഇല്ല, ഒരു മുനിസിപ്പാലിറ്റി ചെയർമാനും ഇല്ല, ഒരു CPIക്കാരില്ല, ഒരു CPMമാരും ഇല്ല. ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി മാറിയിരിക്കുകയാണ്. പുല്ലൂറ്റ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പൈപ്പ് സ്ഥാപിക്കലാണ് നടന്നുവരുന്നതെന്ന് വാർഡ് കൗൺസിലർ PN വിനയചന്ദ്രൻ പറഞ്ഞു. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിയെടുത്ത റോഡ് ഗതാഗതയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിനയചന്ദ്രൻ അറിയിച്ചു. അമൃത് കുടിവെള്ള പദ്ധതി പുതിയ ലൈനിടുന്നതുമായി ബന്ധപ്പെട്ട് തച്ചപ്പള്ളി റോഡ് ഇന്ന് വളരെ ശോചനീയാവസ്ഥയിലായിരിക്കുകയാണ്. അതൊരു സത്യം തന്നെയാണ്. നമ്മൾ ഏറെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശത്താണ് അമൃത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നിരന്തരമുണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ, ആ പൊട്ടലിനൊരു പരിഹാരം കൂടിയാണ് അത്. കാരണം പഴയ പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ വെള്ളം കയറാത്ത സ്ഥലങ്ങളിലേക്ക് നല്ല ശക്തിയായി വെള്ളം കയറാവുന്ന ഒരു പരിപാടിയാണത്. പക്ഷേ കാലം തെറ്റി വന്ന കാലാവസ്ഥ, മഴയും മറ്റും അത് വളരെ റോഡിൻ്റെ പണി വളരെ ദുസ്സഹമായിട്ടുണ്ട്. അവരുമായിട്ട് നിരന്തരം വാട്ടർ അതോറിറ്റിയും അതുപോലെ അമൃത് പദ്ധതിയിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ അതിൻ്റെ കോൺട്രാക്ടറും PWD വിഭാഗവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റീസ്റ്റോറേഷൻ പരിപാടികൾ ഉടനെ തന്നെ, ഈ മഴ ഒന്ന് ശമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തുടങ്ങും. അതിൻ്റെ മെറ്റൽ ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ മെറ്റൽ അടിക്കുന്ന പ്രവൃത്തി അവർ ചെയ്യും. അതിനുള്ള സ്ഥലവും നമ്മൾ തന്നെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് പരിഹരിക്കാനുള്ള നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ കൗൺസിൽ എന്ന രീതിയിലും അല്ലെങ്കിൽ മറ്റുള്ള നഗരസഭയും അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന നിരവധി ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി കൂടിയാണ്. കാരണം നിരന്തരം പൈപ്പ് പൊട്ടുന്ന ഒരവസ്ഥയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ആ പൈപ്പുകൾ പൂർണ്ണമായിട്ടും മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുമ്പോൾ ഇനി വരും കാലത്തുണ്ടാകുന്ന ആ പൈപ്പ് പൊട്ടലിനൊരു ശമനം ഉണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ ഈ കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ കൃത്യമായി വെള്ളം എത്തിക്കാനും ഇതിലൂടെ കഴിയും. ഇത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും ഉപദ്രവിക്കാനോ ആയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.